ജാവ സെർവർ പേജസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അതിന് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് പോയിന്റ്, JSP stands for Java Server Pages. It is a server-side technology. ഒരു server-side ടെക്നോളജിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് വെബ് ആപ്ലിക്കേഷൻ. ഇത് ഉപയോഗിച്ചിട്ട് വെബ് ആപ്ലിക്കേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് കണ്ടൻറ്റ്. JSP യൂസ് ചെയ്തിട്ട് ഡൈനാമിക് വെബ് കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് JSP tags are used to insert Java code into HTML pages. ഈ JSP tags ഒക്കെ യൂസ് ചെയ്തിട്ട് ജാവ കോഡിനെ HTML പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് സെർവ്ലെറ്റ് ടെക്നോളജി. ഇതൊരു അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് സെർവ്ലെറ്റ് ടെക്നോളജിയാണ്. ഇറ്റ് ഈസ് എ വെബ് ബേസ്ഡ് ടെക്നോളജി ഹെൽപ്പ് അസ് ടു ക്രിയേറ്റ് ഡൈനാമിക് ആൻഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് വെബ് പേജസ്. ഇതൊരു വെബ് ബേസ്ഡ് ടെക്നോളജിയാണ്. ഡൈനാമിക് ആൻഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇൻ ദിസ് ജാവ കോഡ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ HTML ഓർ XML പേജസ് ഓർ ബോത്ത്. ഈ ജാവ കോഡിനെ HTML പേജിലേക്കോ അല്ലെങ്കിൽ XML പേജിലേക്കോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. JSP is first converted into servlet by JSP container before processing the client's request. ഈ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ JSP converted into servlet by JSP container. JSP container JSPനെ കൺവേർട്ട് ചെയ്യും സെർവ്ലെറ്റിലേക്ക്. ഇനി അടുത്ത പറയാനുള്ള JSP പേജസ് ആർ മോർ അഡ്വാൻറ്റേജസ് ദാൻ സെർവ്ലെറ്റ്. അതിലൊരു 4 പോയിൻ്റ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ്, ദേ ആർ ഈസി ടു മെയിൻറ്റെയിൻ. മെയിൻറ്റെയിനിങ് ഒക്കെ JSPൻ്റെ ഈസിയാണ്. അതുപോലെ തന്നെ നോ റീകമ്പൈലേഷൻ ഓർ റീഡിപ്ലോയ്മെൻറ്റ് ഈസ് റിക്വയർഡ്. JSP ഹാസ് ആക്സസ് ടു എൻ്റയർ API ഓഫ് ജാവ. ഈ ജാവ സെർവർ പേജസിന് ജാവയുള്ള എൻ്റയർ APIനെ ആക്സസ് ചെയ്യാൻ പറ്റും. JSP ആർ എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് സെർവ്ലെറ്റ്. ഇതൊരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് JSP. അടുത്ത് പറയാനുള്ളത് ജാവ സെർവർ പേജസിൻ്റെ അഡ്വാൻറ്റേജസും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. അതിൽ അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ അഡ്വാൻസ്ഡ് നോളജ് ഓഫ് ജാവ. ഈ ജാവേൻ്റെ നോളജ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഇറ്റ് ഈസ് capable ഓഫ് ഹാൻഡ്ലിങ് എക്സെപ്ഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഇത് കേപ്പബിളാണ്. ഈസി ടു യൂസ് ആൻഡ് ലേൺ. ഇത് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. ഇറ്റ് ക്യാൻ ടാഗ്സ് വിച്ച് ആർ ഈസി ടു യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഈ JSPയിൽ കുറേ ടാഗ്സ് ഉണ്ട്. അത് ഈസി ടു യൂസും അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡും ആണ്. എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം, അതുപോലെ മനസ്സിലാക്കാനും എളുപ്പമാണ്. ഇംപ്ലിസിറ്റ് ഒബ്ജക്ട്സ് ആർ ദർ വിച്ച് റെഡ്യൂസ് ദ ലെങ്ത് ഓഫ് കോഡ്. ഇംപ്ലിസിറ്റ് ഒബ്ജക്ട്സ് ഒക്കെ JSPയിലുള്ളത് കൊണ്ട് ലെങ്ത് ഓഫ് കോഡൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ കോഡിൻ്റെ ലെങ്ത്തൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബോത്ത് ജാവ ആൻഡ് നോൺ ജാവ പ്രോഗ്രാമർ. ഈ JSP ജാവ അറിയുന്നൊരു പ്രോഗ്രാമർക്കും അറിയാത്തൊരു പ്രോഗ്രാമർക്കും സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് JSP ആണ് പറയാനുള്ളത്. അതിൽ 3 പോയിൻറ്റ്സാണുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഡിഫിക്കൽട്ട് ടു ഡീബഗ് ഫോർ എറേഴ്സൊക്കെ ഡീബഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് ടൈം ആക്സസ് ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് ടൈം. ഫസ്റ്റ് ടൈം ആക്സസ് ടൈമൊക്കെ വേസ്റ്റേജ് ആണ്. ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് HTML വിച്ച് ലാക്സ് ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ HTML ആയിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. വിച്ച് ലാക്സ് ദ ഫീച്ചേഴ്സ്. അടുത്ത പറയാനുള്ള ഫീച്ചേഴ്സ് ഓഫ് JSP ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ്, കോഡിങ് ഇൻ JSP ഈസ് ഈസി. JSPയിലുള്ള കോഡിങ് ഒക്കെ ഈസിയാണ്. ഒരു ജാവ കോഡിനെ നമ്മൾ HTMLയിലേക്കോ അല്ലെങ്കിൽ XML പേജിലേക്കോ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്, റിഡക്ഷൻ ഇൻ ദി ലെങ്ത് ഓഫ് കോഡ്. ഇൻ JSP വി യൂസ് ആക്ഷൻ ടാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കോഡിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക. അതുപോലെ കസ്റ്റം ടാഗ്സും യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ, കണക്ഷൻ ടു ഡാറ്റാബേസ് ഈസ് ഈസിയർ. It
It is easier to connect website to database and allows to read or write data easily to the database. ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് ടു ഡാറ്റാബേസ്. അതുപോലെ തന്നെ ഇറ്റ് അലൗസ് ടു റീഡ് ഓർ റൈറ്റ് ഡാറ്റ ഈസിലി ടു ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്ക് ഡാറ്റ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാനും ഈസി ആയിട്ട് പറ്റും. അടുത്ത മേക്ക് ഇൻട്രാക്റ്റീവ് വെബ്സൈറ്റ്സ്. ഇൻ ദിസ് വി ക്യാൻ ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജസ് വിച്ച് ഹെൽപ്പ് യൂസർ ടു ഇൻട്രാക്ട് ഇൻ റിയൽ ടൈം എൻവിറോൺമെൻറ്റ്. അതായത് നമുക്ക് ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അത് യൂസർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഇൻട്രാക്ട് ഇൻ റിയൽ ടൈം എൻവയറോൺമെൻറ്റ് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് പോർട്ടബിൾ, പവർഫുൾ, ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ. ആസ് ദീസ് ആർ ബ്രൗസർ ആൻഡ് സെർവർ ഇൻഡിപെൻഡൻറ്റ്. പോർട്ടബിളാണ്, അതായത് പവർഫുള്ളാണ്, ഫ്ലെക്സിബിൾ, അതിന് ഈസി ടു മെയിൻറ്റെയിൻ ആണ് ഈ JSP. അടുത്ത് നോ റീ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് നോ റീ കമ്പൈലേഷൻ. ഇറ്റ് ഈസ് ഡൈനാമിക്, ഇത് ഡൈനാമിക് ആണ്, സെക്യൂർ ആൻഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, സോ നോ നീഡ് ടു റീകമ്പൈലേഷൻ. ഇത് ഡൈനാമിക്കും അതേപോലെ തന്നെ സെക്യൂറും ആണ്, പിന്നെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റും ആയതുകൊണ്ട് റീകമ്പൈലേഷൻ്റെ ആവശ്യമില്ല. അടുത്ത എക്സ്റ്റൻഷൻ ടു സെർവ്ലെറ്റ്. ആസ് ഇറ്റ് ഹാസ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് സെർവ്ലെറ്റ്സ്, ഇംപ്ലിസിറ്റ് ഒബ്ജക്ട്സ് ആൻഡ് കസ്റ്റം ടാഗ്സ്. അതായത് സെർവ്ലെറ്റിൻ്റെയോ അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് ഒബ്ജക്റ്റിൻ്റെയോ അതുപോലെ കസ്റ്റം ടാഗ്സിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അടുത്തായിട്ട് പറയാനുള്ള ക്രിയേറ്റിംഗ് എ സിമ്പിൾ JSP പേജ്. ഒരു സിമ്പിളായിട്ടുള്ള JSP പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് പറയാൻ പോകുന്നത്. ടു ക്രിയേറ്റ് ദ ഫസ്റ്റ് JSP പേജ് റൈറ്റ് സം HTML കോഡ് ആസ് ഗിവൻ ബിലോ. താഴെ കൊടുത്ത പോലെ HTML കോഡ് ടൈപ്പ് ചെയ്യാം. പിന്നെ ആൻഡ് സേവ് ഇറ്റ് ബൈ .jsp എക്സ്റ്റൻഷൻ. .jsp എക്സ്റ്റൻഷൻ വെച്ചിട്ട് സേവ് ചെയ്യാം. വി ഹാവ് സേവ്ഡ് ദിസ് ഫയൽ ആസ് index.jsp. ഈ ഫയൽ നമ്മൾ index.jsp എന്ന പേരിലാണ് സേവ് ചെയ്തത്. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് put it in a folder and paste the folder in the web application directory in Apache Tomcat to run the JSP page. Let's see the simple example of JSP where we are using the scripted tag to put Java code in the JSP page. ഈ പ്രോഗ്രാമിൽ സ്ക്രിപ്റ്റഡ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് ജാവ കോഡിനെ JSP പേജിലേക്ക് റൈറ്റ് ചെയ്യണം. സ്ക്രിപ്റ്റഡ് ടാഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് ആണ് ഈ ബോഡീൻ്റെ ഇടയിൽ കാണാം. പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അതിൻ്റെ സിൻടാക്സ്. പെർസെൻറ്റേജ് ഫസ്റ്റും അതേപോലെ തന്നെ ടാഗിൻ്റെ ലാസ്റ്റും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ജാവ കോഡ് കൊടുക്കേണ്ടത്. HTML ബോഡീൻ്റെ ഉള്ളിലാണ് പെർസെൻറ്റേജ്. ഔട്ട്.പ്രിൻറ്റിൽ 2x5 കൊടുത്ത്, ഈ ഔട്ട്.പ്രിൻ്റ് എന്ന് പറയുന്നത് ജാവ കോഡാണ്. ആ സ്ക്രിപ്റ്റഡ് ടാഗ് വെച്ചിട്ടാണ് അവിടെ കൊടുത്തത്. പിന്നെ ബോഡി ക്ലോസ് ചെയ്ത് HTML ടാഗ് ക്ലോസ് ചെയ്ത് അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് പറയുമ്പോൾ സ്ക്രിപ്റ്റഡ് ടാഗിൽ കൊടുത്ത ജാവ കോഡ് 2x5 എന്നാണ്. ഔട്ട്.പ്രിൻ്റ് അല്ലെങ്കിൽ 2x5 ആണ്. അപ്പോൾ ദ ഔട്ട്പുട്ട് വിൽ ബി പ്രിൻറ്റ് 10 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഇറ്റ് വിൽ പ്രിൻറ്റ് 10 ഓൺ ദ ബ്രൗസർ. അടുത്ത പറയാനുള്ള ഹൗ ടു റൺ എ സിമ്പിൾ JSP പേജ്. JSP പേജ് റൺ ചെയ്യാനുള്ള സ്റ്റെപ്സാണ് താഴെ കൊടുത്ത 3 സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ സ്റ്റാർട്ട് ദ സെർവർ. സെക്കൻഡ് പുട്ട് ദ JSP ഫയൽ in a folder and deploy on the server. Another one, visit the browser by the URL http localhost portman context root JSP file. For example, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് http localhost my application index.jsp ആണ്.
അടുത്തായിട്ട് പറയാനുള്ളത് ലൈഫ് സൈക്കിൾ ഓഫ് ജെ എസ് പി പേജ്. ജെ എസ് പി പേജിൻ്റെ ലൈഫ് സൈക്കിളാണ് പറയാനുള്ളത്. ദ ജെ എസ് പി പേജസ് ഫോളോ ദീസ് ഫേസസ്. താഴെ കാണുന്ന ഫേസസ് ആണ് ജെ എസ് പി പേജസ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് ഫേസ് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ ഓഫ് ജെ എസ് പി പേജ്. ജെ എസ് പി പേജിന് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ചെയ്യും. പിന്നെ കമ്പൈലേഷൻ ഓഫ് ജെ എസ് പി പേജ്. ജെ എസ് പി പേജ് കമ്പൈൽ ചെയ്യും. അടുത്ത ഫേസ് മൂന്നാമത്തെ ക്ലാസ് ലോഡിങ്. ദ ക്ലാസ് ലോഡർ ലോഡ്സ് ക്ലാസ് ഫയൽ. ക്ലാസ് ലോഡർ ക്ലാസ് ഫയൽസ് ലോഡ് ചെയ്യും. അതായത് നാലാമത്തെ ഇൻസ്റ്റൻറ്റിയേഷൻ. ഒബ്ജക്റ്റ് ഓഫ് ദ ജനറേറ്റഡ് സെർവ്ലെറ്റ് ഈസ് ക്രിയേറ്റഡ്. അടുത്ത ഫേസ് ആകുമ്പോൾ ഇനീഷ്യലൈസേഷൻ. ദ കണ്ടെയ്നർ ഇൻവോക്ക് ജെ എസ് പി init ഫംഗ്ഷൻ മെത്തേഡ്. അടുത്ത റിക്വസ്റ്റ് പ്രോസസ്സിംഗ്. ദ കണ്ടെയ്നർ ഇൻവോക്സ് ജെ എസ് പി സർവീസ് ഫംഗ്ഷൻ മെത്തേഡ്. ലാസ്റ്റ് ഫേസ് ആകുമ്പോൾ ഡിസ്ട്രോയ്. ദ കണ്ടെയ്നർ ഇൻവോക്ക് ജെ എസ് പി ഡിസ്ട്രോയ് ഫംഗ്ഷൻ മെത്തേഡ്. ഇതിൽ ലൈഫ് സൈക്കിളിൻ്റെ പിക്ചർ ഇതിൽ കാണാൻ പറ്റും. അതിൽ ജെ എസ് പി പേജ് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സെർവ്ലെറ്റ് ബൈ ദ ഹെൽപ്പ് ഓഫ് ജെ എസ് പി ട്രാൻസ്ലേറ്റർ. ജെ എസ് പി ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടെ ജെ എസ് പി പേജ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സെർവ്ലെറ്റ്. ഒന്നുകൂടി പറയാം, ജെ എസ് പി ട്രാൻസ്ലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജെ എസ് പി പേജ് സെർവ്ലെറ്റിലേക്ക് ട്രാൻസ്ലേറ്റഡ് ചെയ്യുന്നത്. The JSP translator is a part of the web server which is responsible for translating the JSP page into servlet. ഈ ജെ എസ് പി ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് വെബ് സെർവറിൻ്റെ ഒരു പാർട്ടാണ് ജെ എസ് പി ട്രാൻസ്ലേറ്റർ, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേറ്റിംഗ് ദി ജെ എസ് പി പേജ് ഇൻ ടു സെർവ്ലെറ്റ്. അത് റെസ്പോൺസിബിളാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ജെ എസ് പി പേജിൽ നിന്ന് സെർവ്ലെറ്റിലേക്ക്. After that, servlet page is compiled by the compiler and gets converted into the class file. After that, JSP page into servlet translate ചെയ്തതിനു ശേഷം servlet page is compiled by the compiler. servlet page compiler മുഖേന കമ്പൈൽ ചെയ്യും and gets converted into the class file. അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ക്ലാസ് ഫയൽ ആക്കി മാറ്റും. Moreover, all the processes that happen in servlet are performed on JSP later, like initialization. All the processes that happen in servlet, എല്ലാ പ്രോസസ്സും നടക്കുന്നത് സെർവ്ലെറ്റിലാണ്. are performed on JSP later, like initialization, committing response to the browser and destroy.